പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ നല്ലതായിട്ട് രാവിലെ എഴുന്നേറ്റു, കാപ്പി കുടിച്ചു, എല്ലാം നന്നായി ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ തൊഴിലും, അതായത് രാവിലെ എഴുന്നേറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് വെളിയിൽ പോയി വീണ്ടും സാധനം മേടിച്ച് തിരിച്ചു വന്നു. എങ്കിലും മക്കളെ, ഒരു കാര്യം ഒന്നും അറിയാതെ ഞാൻ ഓരോ സ്ഥലത്ത് ചെന്ന് പെടുന്നുണ്ട്. അതായത് എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടുള്ള വഴി പഴയ കാലത്തുള്ളതാണ്. അതങ്ങോട്ട് പോയി പാടത്തിൻ്റെ നടുവിൽ കൂടി പുത്തമ്മേറ്റിപ്പടി എന്ന് പറയും, അവിടെ ചെന്ന് മെയിൻ റോഡിലേക്ക് കയറി. അത് കഴിഞ്ഞും വടക്കോട്ട് വഴിയുണ്ട്, അതൊന്നും ആരും നോക്കുന്നില്ല, വേണ്ട. എന്നാൽ ഈ വഴിയൊക്കെ നല്ലവരായ മനുഷ്യർ കൈയടക്കി എന്ന് പറഞ്ഞാൽ, ഗൾഫിൽ ജോലി കിട്ടി അങ്ങോട്ട് ചെന്ന ഉടനെ ചെയ്യുന്നത് 10 കാശ് കയ്യിലുണ്ടെങ്കിൽ ആദ്യം എവിടെ ആരുടെ നെഞ്ചത്ത് കയറാം. പൊതുജനങ്ങളുടേതാണെങ്കിലും വേണ്ട, കുഴപ്പമില്ല, എനിക്കാണ്. പറഞ്ഞുതരാം. അങ്ങോട്ട് പോകുന്ന വഴി ആ സൈഡിലുള്ള പാടങ്ങൾ, അങ്ങൾക്കുള്ള വഴിയെല്ലാം പാടങ്ങളുടെ ഉടമസ്ഥർ വെട്ടിയെടുത്ത ഒരു ചെറിയ വരമ്പായി മാറിയത്. നമ്മളെന്തിനു പറയുന്നത്? കാരണം ഞാൻ പോയാൽ എൻ്റെ പുറകെ ഒരാളില്ല, എൻ്റെ കാശില്ല. കാശുള്ള സമയത്ത് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇന്നെനിക്ക് പിന്നെയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രശ്നമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. അപ്പോൾ ഞാൻ ചെകന് പോയി സാധനമെല്ലാം മേടിച്ച് വന്ന് വീട്ടിൽ കയറി കൊടുത്തേച്ച് ഉടനെ സ്കൂട്ടർ ഈ വഴി ഇങ്ങനെ നടക്കുന്നു, എന്തൊക്കെ അതിൻ്റെ പുരോഗതി കാണാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴാ കാണുന്ന ഒരു വലിയ ജനക്കൂട്ടം അവിടെ പാടത്തിൻ്റെ കരയ്ക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും അറിയിച്ചില്ല. അവിടെ നിന്ന് കാണുകയും, അപ്പം അമ്മമ്മ പറ, അച്ചായൻ പറ, സെക്രട്ടറി പറ, പ്രസിഡൻറ്റ് പറ, എല്ലാവരും എന്താ പറയുന്നത് പറഞ്ഞുതരാം. എന്തോ അവിടെ നടക്കാൻ പോകുന്ന കൊയ്ത്തുത്സവം. ഈ കൊയ്ത്തുത്സവം ഇത്രയും വർഷമായിട്ട് ആ പാടങ്ങൾ കൃഷി ചെയ്ത ഒരു ഈ പെരശ്ശേരിലുള്ള ആളല്ല, വേറെ ഇവിടുന്ന് വന്ന ആൾക്കാരത് കൃഷി ചെയ്ത്. അവർക്ക് ഒരു കൊയ്ത്ത് യന്ത്രം പോലും ശരിയായിട്ട് കൊണ്ടുപോകാൻ ഈ പഞ്ചായത്തിലെ മെമ്പർമാരോ പഞ്ചായത്തുകാരോ സൗകര്യം ഒരുക്കിയിട്ടില്ല. ആ സമയത്ത് ഇപ്പം വഴി കുറച്ച് ശരിയായി, അതും പറഞ്ഞുതരാം. വഴി കോൺഗ്രസിൻ്റെ മെമ്പറായ സമയത്ത് 50 മീറ്റർ മെയിൻ റോഡിൽ ഇങ്ങോട്ട് അന്ന് കോൺട്രാക്റ്റ് ഒരു CPM-ൻ്റെ നേതാവിനായിരുന്നു. അവൻ ആ പണി അതുപോലെ ചെയ്തു. ആ 50 മീറ്റർ കൊണ്ട് നിർത്തിയത് എങ്ങനെ? ഒരടി കിളരമുള്ള കോൺക്രീറ്റ് സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് അവിടെ നിർത്തി. ഞാൻ പറഞ്ഞു, മക്കളെ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തോ? ഇല്ല, എനിക്ക് ഉത്തരവ് കിട്ടിയനുസരിച്ച് ഇത്ര മീറ്റർ കോൺക്രീറ്റ് ഞാൻ ചെയ്തു, പണിഞ്ഞു പോയി. ഓക്കെ, വേണ്ട, പോട്ടെ. അത് കഴിഞ്ഞ CPM മെമ്പർ ആ പുള്ളിക്കാരുടെ കാലത്ത് ആ റോഡിൽ ഞാൻ പലപ്പോഴും ഇവരൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അവരെല്ലാം ഓക്കെ പറയുന്ന, അല്ലാതൊന്നും നടക്കത്തില്ല. അപ്പോൾ ആ റോഡിനും കുറച്ച് സാങ്ഷനായി പൈസ. അതെവിടെ? അതായത് പാടത്തിൻ്റെ കരയ്ക്കൂന്ന് അവിടെ 5-10 വീടുകളുണ്ട്, കോളനി. അവിടെ ഇങ്ങോട്ടുള്ള റോഡ് ഒരു 100 മീറ്ററിൻ്റെ അവിടെ കൊണ്ട് നിർത്തി കോൺക്രീറ്റ് ചെയ്ത്. കാശ് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോൾ
ഒരു ദിവസം പഞ്ചായത്ത് മെമ്പർ എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്ത്രീ മരിച്ചപ്പോൾ ആ വീട്ടിൽ വന്നു. അപ്പോൾ പുള്ളിക്കാരത്തോട് ചോദിച്ചു, കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞ മനുഷ്യൻ എൻ്റെ വീട്ടിലെ സാധനങ്ങളും വെക്കുന്നു, ഞാൻ എന്തുമായിട്ട് സുഹൃത്തായതുകൊണ്ട് എല്ലാ കാര്യം അവൻ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഏതായാലും മരിച്ച വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് മെമ്പർ പറഞ്ഞു, പ്രസിഡൻറ്റ് വരും, നമുക്ക് പ്രസിഡൻറ്റിനോട് സംസാരിക്കാം. ശരി, പ്രസിഡൻറ്റ് വന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടു, കൈകൂപ്പി, അദ്ദേഹം കൈകൂപ്പി, ഞങ്ങൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഇതാ സഹതി. ഉടനെ ഈ മെമ്പറോട് തന്നെ പറഞ്ഞു, കുടുംബശ്രീയുടെ അക്കൗണ്ടിൽ നിന്ന് കാശെടുത്ത് ബാക്കി അങ്ങ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പോയി. നടന്നില്ല. പോട്ടെ. ഇനി അതല്ല പറഞ്ഞു വരാൻ പോകുന്നത്. മക്കളെ, ഞങ്ങളുടെ പഠിക്കൂടെ, അതായത് മുളക്കയിൽ നിന്നുള്ള മെയിൻ കനാലിൽ നിന്ന് സബ് എൻ്റെ വീടിൻ്റെ എൻ്റെ പുരടത്തിലെ സ്ഥലം കൂടെ പോയിട്ടുണ്ട്. കനാലുണ്ടാക്കി വെള്ളം വിട്ടു. എത്ര നാളുണ്ടായിരുന്നു? 1 വർഷം 2 വർഷം. അപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൺചിറകളാണ് ഈ കനാലിന് ഇവരുണ്ടാക്കിയത്. മൺചിറ എവിടെ നിൽക്കും? അത് കഴിഞ്ഞ് ഏതായാലും ഇപ്പം കുറേ വർഷം 22-23 വർഷങ്ങളായിട്ടുണ്ട് കനാലിൽ വെള്ളമില്ല. മെയിൻ കാരണം വേറെ പറയാം, മുളക്ക MC റോഡിൻ്റെ ക്രോസ് ചെയ്തിട്ടാണ് ഈ കനാൽ വരുന്നത്. അണ്ടർഗ്രൗണ്ടിൽ കൂടെ പൈപ്പാണ്. റോഡിൻ്റെ പണി നടക്കുന്ന സമയത്ത് അവരവിടെ പൊടിച്ച് പൈപ്പിൽ കളഞ്ഞ് എല്ലാം പോയി കളഞ്ഞിട്ട് ആരും നോക്കാനോ ചോദിക്കാനില്ല. ആ പൈപ്പ് പിന്നെയും അതിൻ്റേതായ വിധത്തിൽ അവിടെ വെച്ചാലെങ്കിലേ പിന്നെയും വെള്ളം അതൊഴി വിടാനൊക്കത്തുള്ളൂ. ആരും ചോദിക്കാനും പറയുന്നില്ല. അവരെ ടാർ ചെയ്ത് പോയി. വെള്ളം ഇപ്പോൾ ഒരു സ്ഥലത്തും വെട്ടുന്നില്ല. ഈ പാടത്ത് കൃഷി ചെയ്യുന്ന, അതായത് ചെറിയ ഏരിയ അല്ല, ആ കൃഷി ചെയ്യുന്നവൻ സ്വന്തം ചെലവിൽ ചെറിയ തോട് വെട്ടി കൊണ്ടുവന്ന് വെള്ളം ഈ നെൽകൃഷിക്ക് കൊടുക്കുന്നത്. ഞാനപ്പോൾ ഇന്ന് ഈ ഉത്സാഹം എവിടെ ഏതൊക്കെ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ 1, 2, 3 വരെ അറിയുക, അല്ലാതെ ഒന്നുമല്ല. പോട്ടെ, ആരൊക്കെയാ അവരോ ഈ കുറേ പ്രസംഗവും അത് കഴിഞ്ഞിട്ട് കൂടെ അരുവാൾ എടുത്തോട്ട് കൊയ്ത്തുത്സവത്തിന് ഇറങ്ങുക. എല്ലാവരും ഉണ്ട്. നല്ല കാര്യം. മക്കളെ, ഒരു കാര്യം, നമ്മുടെ വയറ്റിലോട്ട് ചെല്ലുന്ന അന്നം അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. അവിടെ നിന്ന് ഡ്രാമ കളിക്കാനല്ല വേണ്ട. അതൊന്നും ഞാൻ നീ കൂട്ട് പറയുന്നില്ല. ഏതായാലും അവർ കൊയ്ത്തുത്സവം എല്ലാം കഴിഞ്ഞു. ഇവർ കയറി വന്നപ്പം ഞാൻ ഇവരോടൊന്ന് ചോദിച്ചു, മക്കളെ, ഇവിടെ ഒരു കനാൽ വർഷങ്ങൾക്ക് മുമ്പ് കോടികൾ മുടക്കി ഗവൺമെൻറ് ഉണ്ടാക്കി. ആ കനാലിൽ കൂടെ എന്തിനും ഉണ്ടാക്കിയത്? കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയാ. അതിൻ്റെ ഗതി എന്തായി? ഉടനെ എന്നോടൊരാൾ ചോദിച്ചത്, എന്താ അച്ചായൻ്റെ കിണറ്റിൽ വെള്ളമില്ലയോ? നല്ല കാര്യം. എൻ്റെ കിണറ്റിൽ വെള്ളം കേട്ട് എനിക്ക് 2 പേരേ ഉള്ളൂ ഞങ്ങളിവിടെ. ഇത് ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. എന്നാൽ ഇത്രയും ഓരോ വലിയ ആഘോഷങ്ങൾ ഈ കൊയ്ത്തിന് നടത്തുമ്പോൾ നിങ്ങൾ ഈ കനാലിൽ കൂടെ വെള്ളം കൊടുത്ത് അവന് കൃഷി ചെയ്ത് അവൻ കുറച്ചുകൂടെ നന്നായിട്ട് പുരോഗമിക്കട്ടെ നാട്. അതല്ല, ഉടനെ അച്ചായൻ്റെ കളിച്ച് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നീ അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. ഇതാണ് ഇന്നത്തെ നാട്.
ഞാൻ പോയത് വടക്കോട്ടുള്ള റോഡ് പണിയുടെ കാര്യം നോക്കാനാണ്. അവിടെ കണ്ട കാഴ്ചയാണ് ഓരോ അമ്മമാര് ഇപ്പം ഇങ്ങനെ എന്തോ അങ്ങനെ നീയൊക്കെ എന്നാ അങ്ങനെ ആയത്. ഞാൻ കൂടുതൽ പറയുന്നില്ല ഇവരെയൊന്നും കുറിച്ച്. ഞാനിന്നും എൻ്റെ പുരാടത്തിൻ്റെ അകത്ത് തന്നെ മത് കെട്ടിയേക്കുന്നത്. ഒരു തന്തയ്ക്ക് പിറക്കാത്തവൻ്റെ പുരാടത്തിൻ്റെ നടുക്കൂടെ ഞാൻ മത് കെട്ടിയിട്ടില്ല. ഇന്നും ആര് ചോദിക്കുന്നത് എനിക്കുള്ള സ്ഥലം എത്ര സെന്റ് പോയി എന്നുള്ളത് എനിക്കറിയാവും. ഞാൻ എന്തിനെക്കുറിച്ച് പറയുന്നു? ഞാൻ ഈ സ്ഥലം കൊണ്ട് പോയി എവിടെയെങ്കിലും ജീവിക്കുമോ? നാളെ ഞാൻ മരിച്ചു പോകാൻ കൊണ്ട് പോകും. ഈ തന്തയ്ക്ക് പറക്കാത്തവന്മാരെല്ലാം ക്രിസ്ത്യാനികളും ആത്മീയമാണെന്നും പറഞ്ഞ് മറ്റേ പരിപാടി നടത്തിക്കൊണ്ട് നടക്കുന്നവന്മാരാ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ആവശ്യം വന്നപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്, ഇനിയുണ്ട്. ഇത് ഈ വഴി തിരിഞ്ഞ മുമ്പായിട്ട് ഞാൻ അടുത്ത ചോദ്യം കൊണ്ടുവരും. പുറ്റയിൽ നിന്ന് വലിയ വരമ്പ്, ആ വരമ്പന്തി അത് വെട്ടിയെടുത്ത് കണ്ടമാക്കിയ ആ തന്തയ്ക്ക് പറക്കാത്തവൻ്റെ മോനും അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് എന്നെ കണ്ട ഉയരത്തില്ല, കാരണം ഞാൻ ഒരു ചോദിക്കും. അതുകൊണ്ട് ഇനിയും ഞാൻ ഇവരോട് തന്നെ പഞ്ചായത്തിനോട് തന്നെ ചോദിക്കും, ആ വരമ്പന്തി അന്നത്തെ കാലത്ത് പാടത്ത് കൊയ്ത്ത് അടക്കുമ്പോൾ ആ വലിയ വരമ്പ്, അതായത് ഒരു 5-6 കിണറും പാടത്തു നിന്നുള്ള വരമ്പാണ്. ആ വരമ്പിലായിരുന്നു വാണിയപ്പര ചിലർ വെച്ചുകൊണ്ടിരുന്നത്. ഇന്നവിടെ നടക്കാൻ പോലും കഴിയത്തില്ല. എൻ്റെ വീഡിയോ കാണുന്ന നല്ലവരായ പെരളശ്ശേരിക്കാർ മനസ്സിലാക്കിയ കൊള്ളാം. ഇപ്പം നിങ്ങൾക്ക് ആവശ്യം വന്നപ്പം ഉണ്ടാക്കാൻ വന്നു. ആ വഴി, അങ്ങോട്ടുള്ള വഴി സ്വന്തമാക്കിയ ഒരു മനുഷ്യനോട് പറഞ്ഞ് ചോദിച്ചു, ഈ തെങ്ങൊക്കെ എൻ്റെ പുരാടത്തിലല്ല, അഥവാ ഞാൻ അവിടെ മുഴുവൻ വെളിയിട്ട. ഞാൻ പറഞ്ഞ് വരുന്ന കാലത്ത് ഫേസ് ചെയ്യുക. അങ്ങനെ കയറിയെടുത്ത തന്തയ്ക്ക് പറക്കാത്തവന്മാരെ എല്ലാം ഇവരൊക്കെ ജീവിതം അറിഞ്ഞിട്ടില്ല. കാരണം ഇന്ന് പണം മാത്രം മതി എല്ലാവർക്കും. പണം കൊണ്ട് എന്ത് കിട്ടും? പണം ശരിയാ, പണം കൊണ്ടെല്ലാം കിട്ടും. എന്നാൽ ജീവിതം ശരിയായിട്ട് കിട്ടുമോ? എല്ലാവന്മാരും ഗൾഫിൽ ഭാര്യമാരെ വിട്ടേച്ച് ആ പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്ന കാശ് കൊണ്ട് സുഖമായി ജീവിക്കുന്നു. അല്ലാതെ ഇവനൊന്നും ഒരു ട്രേഡ്, ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ അറിയാമോ? ഇല്ല. പോട്ടുമക്കളെ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു വഴി. നമ്മൾ കാണുക, മനസ്സിലാക്കുക. ഈ ഞാൻ ഇട്ടത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ്. എല്ലാവന്മാരും മറ്റിടത്ത് കയറി ഇരുന്നുകൊണ്ട് അവിടെ വരും. അവൻ ഒരു മാറ്റുംകുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ടായിരുന്നു. ഞങ്ങളുടെ ഏരിയയിൽ 2-3 കുളങ്ങളുണ്ടായിരുന്നു. ആ മാറ്റുകുളം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിൽ പശുവോ ആടോ ഏത് പ്രസവിച്ചാലും അതിൻ്റെ മാശ് കൊണ്ട് പാളയിൽ കെട്ടി അവിടെയായിരുന്നു. ആ കുളത്തിലാണ്. ആ കുളമൊക്കെ അതിൻ്റെ അതിൻ്റെ അപ്പുറത്തുള്ള ആ സ്ഥലങ്ങളിലൂടെ പോയി ഇതൊക്കെ ഒരിക്കൽ ഈ എടുത്തവന്മാരെ കുഴിച്ചിടാനായിട്ട് ഞാൻ ഉപയോഗിക്കും.